ലജ്നത്തുൽ മുഅല്ലിമീൻ ഈരാറ്റുപേട്ട മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഈരാറ്റുപേട്ടയിൽ ഗസ ഐക്യദാർഢ്യ സദസ്സുകൾ സംഘടിപ്പിച്ചു. ഇന്ന് വൈകിട്ട് 3 മണിക്ക് തേവരുപാറയിൽ നിന്നാണ് കോർണർ മീറ്റിംഗ് ആരംഭിച്ചത്. തുടർന്ന് കാരയ്ക്കാട് ഹുദ ജംഗ്ഷൻ, MES ജംഗ്ഷൻ, സെൻട്രൽ ജംഗ്ഷൻ, കടുവാമുഴി തുടങ്ങിയ ഇടങ്ങളിൽ കോർണർ യോഗങ്ങൾ നടത്തി തെക്കേക്കരയിൽ സമാപിച്ചു. ലോകരാഷ്ട്രങ്ങൾക്ക് ഭീഷണിയായി ഇസ്രയേൽ മാറിയിരിക്കുകയാണെന്ന് പരിപാടിയിൽ പങ്കെടുത്തവർ പറഞ്ഞു. ഫലസ്തീനെയും ഗസയെയും ആക്രമിച്ച് ലക്ഷക്കണക്കിന് ആളുകളെ കൊന്നൊടുക്കുന്ന ഇസ്രയേലിനെതിരെ മനുഷ്യ സമൂഹം ഒരുമിച്ച് നിൽക്കണമെന്ന് കേരള ലജ്നത്തുൽ മുഅല്ലിമീൻ ഈരാറ്റുപേട്ട മേഖലാ കമ്മിറ്റി ആവശ്യപ്പെട്ടു. ജബലുന്നൂർ ജുമാ മസ്ജിദ് ചീഫ് ഇമാം ഷിബിലി നദ്വി, അനസ് മൗലവി, അബ്ദുൽ സത്താർ മൗലവി, DKLM മേഖലാ പ്രസിഡന്റ് നൗഫൽ ബാഖവി, അബ്ദുള്ള മൗലവി, ഹാഷിം മന്നാനി തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക്, ഈരാറ്റുപേട്ട. 3 ഒക്ടോബർ 7 തൂഫാനിലൊക്കെ സംഭവിക്കുന്നത് യാദൃശികമായി സംഭവിക്കുന്നതല്ല. അവരുടെ വേണ്ടപ്പെട്ടവർ ഉള്ളവരെല്ലാം ആ ജയിലറകളെല്ലാം ഇസ്രായേലിന്റെ ജയിലറകളിലാണ്. അപ്പോഴാണ് പോരാളികൾ അങ്ങോട്ടേക്ക് പോവുകയും അവിടെ നിന്ന് വ്യക്തികളെ കൊണ്ടുവരികയും ചെയ്തു. അവർ ആഗ്രഹിച്ചിരുന്ന ഒരു സ്വപ്നം പൂവണിഞ്ഞു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതിനുശേഷം ആ രാഷ്ട്രത്തിൽ തന്നെ നിലനിൽക്കാൻ വേണ്ടി ശ്രമിക്കേണ്ടതല്ലേ? ആ രാഷ്ട്രത്തിലേക്ക് ലോകത്തിന്റെ നാനാഭാഗത്തുള്ള ജൂതന്മാരെ അവർ ക്ഷണിക്കുകയാണ്, അവർ വിളിക്കുകയാണ്.